1 മണിക്കൂർ മുമ്പായിട്ട് സിബിൻ ലൈവിൽ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഐ മീൻ അപ്പോൾ വന്നാണ് ഞാനിപ്പോൾ കണ്ടു തീർന്നുള്ളൂ. 14 മിനിറ്റ് വരുന്നൊരു വീഡിയോ, എനിക്കും പറയാനുണ്ട് എന്നാട്ടെ ടൈറ്റിൽ കൊടുത്തിട്ടൊരു വീഡിയോ ആയിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ സിബിൻ പുറത്തിറങ്ങിയിട്ട് അത്യാവശ്യം റോസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അത് കണ്ടിട്ട് മനസ്സിലാവുന്നത്. അതൊന്നും ഫോളോ ചെയ്തിരുന്നില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, സിബിൻ മാന്യമായിട്ട് പേടിച്ചു. വീണ്ടും കുറ്റമൊന്നും പറയുന്നില്ല. ആ വീഡിയോയുടെ ഒരു റിയാക്ഷനാണ്. പുള്ളി ഒരു സാധാരണ മലയാളിയാണ്, ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു മലയാളിയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. എനി പബ്ലിസിറ്റി ഈസ് നോട്ട് പബ്ലിസിറ്റി. കുപ്രസിദ്ധിയുടെ കൂവിനെ പേടിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിപ്പോ വിധി, പിന്നെ ഇപ്പൊ എന്തൊക്കെയോ കളികൾ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. സിബിൻ ഏഷ്യാനെറ്റ് വേണ്ടി വർക്ക് ചെയ്തിരുന്നതാണെന്നും, പിന്നെ ഇതിന് മുമ്പത്തെ ഏതോ മത്സരാർത്ഥികളുടെ സീൻ സംതിങ്, ഈ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസിന് വേണ്ടിയിട്ട് സിബിൻ ഇടുന്നുണ്ട്. അത് അറിയാതെ ഇടുന്നുമല്ല. സിബിനെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അതിനു വേണ്ടി തന്നെ ഇട്ടതാണ്. അത്യാവശ്യം ഒരു ഭീഷണിയും ഏഷ്യാനെറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട്, കോൺഫിഡൻഷ്യൽ ആണെങ്കിലും വെളിപ്പെടുത്തേണ്ട വന്ന് വെളിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട്, അതിന്റെ പുറകിൽ ഇനി എന്തെങ്കിലും കുതിര ടച്ചോടൊക്കെ നടക്കുക, എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ബട്ട് വാട്ട് എവർ, സിബിനെ പറ്റിയത് ഏകദേശം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സിബിൻ ജാസ്മിൻ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടുകൊണ്ടാണ് ചെല്ലുന്നത്. സിബിൻ വളരെ നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. കളി അടിപൊളിയായിരുന്നു. സിബിന് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതും ബാക്കിയുള്ള എല്ലാവരും അത് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാത്ത എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത് ഒരു ഈക്വൽ പവറായിട്ട് ജാസ്മിനെയും സിബിനെയും കൊണ്ടുവരണം. അപ്പൊ സിബിനെ ഒരുപാട് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രാജഭരണം വരുമെന്ന് പേടിച്ചിട്ട് ബിഗ് ബോസ് ഇറക്കിയൊരു കാർഡായിരുന്നു. പക്ഷെ കയ്യിൽ നിന്ന് പോയി, ബിഗ് ബോസിനും കയ്യിൽ നിന്ന് പോയി. കാരണം സിബിൻ ആകെ പേടിച്ചു പോയി. സിബിന്റെ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് ബിഗ് ബോസിന് ആ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ലാലേട്ടൻ ആ ഒരൊറ്റ എപ്പിസോഡിൽ സിബിൻ എടുത്തിട്ട് അലക്കിയത് അത്ര ന്യായമായ കാര്യമായിരുന്നില്ല. അത് പർപ്പസ്ഫുള്ളി ആണെന്നുള്ളത് മനസ്സിലാവും. ഇതിനു മുമ്പാണെങ്കിലും പലതവണയും ജാസ്മിനും മറ്റുള്ളവരെയും പർപ്പസ്ഫുള്ളി എടുത്തിട്ട് അലക്കുന്നത് കണ്ടുകൊണ്ട് അകത്തോട്ട് കയറി സിബിന് തന്റെ നേരെ വരുന്ന ത്രെട്ട് എത്രത്തോളം വലുതാണെന്നുള്ള നല്ല ഭയം ഉണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയും നള്ളിഫൈ ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി ഇറങ്ങിപ്പോകാമെന്ന് സിബിൻ ഉദ്ദേശിച്ചിരുന്നില്ല. എന്നാൽ അത്യാവശ്യം ഡാർക്ക് കൊടുത്ത് സൈക്കോളജിസ്റ്റ് സഹായമൊക്കെ തേടി പുറത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ഫ്രഷ് സ്റ്റാർട്ട് സിബിന് വേണമെങ്കിൽ ഒന്നുകൂടി മാറി പിടിക്കാവുന്ന ഒരു ഫ്രഷ് സ്റ്റാർട്ടിനുള്ള വകുപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു. അതിന് പ്ലോട്ട് സെറ്റ് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. സിബിൻ കുറച്ച് ജാസ്മിന്റെ അതേ സാധനം എടുത്തിട്ട് പോറാകുമെന്നുള്ളതുകൊണ്ട് സിബിൻ കുറച്ച് സീരിയസ് ആയിട്ട് അഭിനയിച്ചു. അല്ലാണ്ട് ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉള്ള അത്രയും വീക്കാണ് തോന്നുന്നില്ല. പക്ഷേ ഇന്റേണലി എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മളോട് ഇനി പറയും എന്ന് വെളിപ്പെടുത്തുമെന്ന് സിബിൻ ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കണം ബിഗ് ബോസ് മുട്ടം പണികൾ കൊടുത്തു. നീ എന്തായാലും പോകണമെന്ന് പറഞ്ഞാലേ വിട്ടോ. എവിടെയോ ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോവുകയോ, സിബിന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയിരുന്നു. സിബിന്റെ അടുത്ത് പറഞ്ഞ് ബിഗ് ബോസ് എന്നിട്ടും അവിടെ നിർത്തുമെന്ന് കരുതി കൊടുത്ത് ബിഗ് ബോസ് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പൊ പക്ഷപാതമാണോ എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പക്ഷപാതമാണ്. കാരണം ഇവിടെ നിന്ന് എപ്പത്തൊട്ട് പോകാൻ നടക്കുന്നതാണ് ജാസ്മിന് വേണ്ടിയിട്ട് ആരെ കുരുതി കൊടുത്ത് നിർത്താനായിട്ട് ബിഗ് ബോസ് കിണഞ്ഞ് പരിശ്രമിക്കും നമ്മൾ കണ്ടതാണ്. ഇനി ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ജാസ്മിൻ പോയെന്ന് വെച്ചാൽ പല തവണ ഇമോഷണലി ജാസ്മിന്റെ എല്ലാം തീർന്ന് പുറത്തെ ജീവിതം തന്നെ തീർന്ന സംശയം പ്രേക്ഷകർക്ക് വരെ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് പോലും പുറത്തേക്ക് വിടാനുള്ള മനുഷ്യത്വമൊന്നും ബിഗ് ബോസ് ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പൊ പിന്നെ സിബിന് വേണ്ടെങ്കിലും സിബിനെ പറഞ്ഞു വിട്ടത്, നമ്മളാരും പൊട്ടന്മാരല്ലോ. സിബിൻ ഇപ്പൊ പുറത്ത് ജീവനോടെ എന്താ പറയാ പച്ചമാംസവും മജ്ജയുമുള്ള മനുഷ്യനായിട്ട് വന്നേക്കല്ലേ. സിബിനെ ഒന്നുകൂടി ഒന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്താൽ പോരെ വേറൊരു സൈക്കോളജിസ്റ്റിനെ, എന്നിട്ട് അതിന്റെ റിസൾട്ട് പുറത്തു വിട്ടാൽ പോരെ. ബിഗ് ബോസ് ഇത്ര പേടിച്ച് സിബിനെ, ജാസ്മിൻ അത്രയും ബ്രേക്ക് ഡൗൺ ആയിട്ട് വിടാത്ത ജാസ്മിൻ ആ ഒരു സിറ്റുവേഷനുള്ളൂ അവിടെ കിടക്കുമ്പോൾ സിബിനെ വിട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് നമുക്കറിയാം, ബിഗ് ബോസ് തള്ളി വിട്ടു. ഇതിനിടയിൽ എന്തോ കാര്യം നടന്നിട്ടുണ്ട്. പക്ഷെ സിബിൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, പക്ഷെ തിരിഞ്ഞു കുത്തി. നീ തന്നെയല്ലേ പോകണമെന്ന് പറഞ്ഞിട്ടുള്ള PR-ന്റെയും അല്ലെങ്കിൽ വാട്ട് എവർ, ഞാനത് ഫോളോ ചെയ്തിട്ടില്ല. എന്തായാലും സിബിൻ വീണ്ടും പേടിച്ചു. സിബിൻ ഇപ്പൊ കിടന്ന് കാണിക്കുന്നത് തിരിഞ്ഞു കുത്തത്തേ ഉള്ളൂ. ഇത് ബിഗ് ബോസിനകത്തുള്ള കളിയല്ല, പുറത്തുള്ളവർക്ക് 365 ഡിഗ്രിയിൽ കാര്യങ്ങൾ കാണാം. ഒന്നെങ്കിൽ സിബിന്റെ ബിഗ് ബോസിനോടുള്ള, ഏഷ്യാനെറ്റിനോടുള്ള വെല്ലുവിളി ഭീഷണിയാണ് ഓപ്പണായിട്ട് ഇപ്പം ഇട്ടേക്കുന്നത്. ഇന്ന കാര്യങ്ങൾ ഞാൻ പുറത്തോട്ട് പറയും, അതിന് അല്ലെങ്കിൽ ലെറ്റ്സ് കം ടു എൻ അഗ്രിമെന്റ്. സെറ്റിൽ ചെയ്യണമെങ്കിൽ സെറ്റിൽ ചെയ്തോ, ഐ ഡോണ്ട് നോ. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, സിബിന്റെ കയ്യിൽ നിന്ന് പോയതാണ്. ഏഷ്യാനെറ്റ് ഇറക്കി വിടണ്ടായിരുന്നു, പക്ഷെ കയ്യിൽ നിന്ന് പോയതാണ്, പോയി.